നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. അതിനകത്ത് പാത്രം വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പം നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എണ്ണ കുടിച്ച് തീർക്കത്തില്ല, എണ്ണ അതിൽ തന്നെ കാണും. അതൊരു ടിപ്സാണ്. പിന്നെ അതൊന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് സവാള ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കൊച്ചുള്ളിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. കൊച്ചുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടിയായിട്ടല്ല അരിഞ്ഞ് വെച്ചേക്കുന്നത്, ഒരു മീഡിയം സൈസിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കതിനകത്തേക്ക് അരപ്പിടാൻ വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് തേങ്ങയും കുറച്ച് കുരുമുളകും മുളക് പൊടിയും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊന്ന് അരച്ച് തോരത്തിന് അരയ്ക്കുന്ന രീതിക്ക് അരച്ചെടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അരപ്പിനകത്ത് അരയ്ക്കേണ്ട, അല്ലാതെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അരച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അന്നേരം നല്ല വൃത്തിക്ക് ഇതുപോലെ നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ തോരനല്ലേ, അപ്പം നമുക്ക് വെള്ളം പാടില്ല, വെള്ളം ഇതാക്കി എടുക്കണം. നല്ല വൃത്തിക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായി.